ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററൊന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൻ്റെ അളവിന് 1/4 കപ്പ് മൈദ. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കേക്കിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ മൈദ തന്നെ ചേർത്താൽ മതി. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അതിനുശേഷം കേക്കിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ മൈദ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ വേണ്ടത്. ബട്ടർ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇതിലേക്കിനി ഒരു 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബീറ്റർ കയ്യിലുള്ളവർ ബീറ്റർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടറും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു കേക്ക് അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബട്ടറും പഞ്ചസാരയും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒരു ക്രീം പരുവത്തിലായി കിട്ടണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട. അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് കുറയാനും പിന്നെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടീ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മുട്ടയും ബട്ടറും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയും ആ ബട്ടറും കൂടി ചേരുമ്പോൾ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് ശരിയായിക്കോളും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ചേർത്ത് കൊടുക്കാം. അതൊരു 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഫോഴ്സ് കൊടുക്കാതെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ആ മുഴുവൻ മൈദയും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ടീ കേക്കിന് ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതിലേക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഇതിന് നമ്മൾ കേക്ക് ബാറ്ററിൽ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് ബേക്കായി വരുമ്പോൾ കേക്കിൻ്റെ അടിയിൽ പോയി അടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാറ്ററിലേക്ക് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്. അതായത് അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ഒരു ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടിന്നിൻ്റെ അടിയിലും സൈഡിലും ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലും ബട്ടർ പേപ്പർ ഇതുപോലെ വെക്കുകയാണെങ്കിൽ കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, ഇതുപോലൊരു പാത്രത്തിലാണ്. അപ്പോൾ ഈ പാത്രം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ടിന്ന് വെച്ചിട്ട് പാത്രം അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് സമയമാണ് എടുത്തത്. ചിലപ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. നോക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഈ കേക്കിൻ്റെ മേൽഭാഗത്തിന് ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തെടുത്തോണ്ടാണ് ഈ ഒരു കളർ തന്നെയാണ് കിട്ടുള്ളൂ.
ഇനി ഇത് പെട്ടെന്ന് തന്നെ ടിന്നിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. ചൂടോട് കൂടിയിട്ട് കട്ട് ചെയ്യരുത്, കേക്ക് പൊടിഞ്ഞു പോവും. എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കേക്കിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ടീ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്